Hello, welcome to CT Tutorial, Kerala's #1 platform for COT test taking. This is Gayatri Jaykumar. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് idioms and phrases. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷുകാർ കൂടുതലും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഏതാണ്ട് പഴഞ്ചൊല്ലുകളൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ അവർ കൂടുതലും സംസാരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അവരുടെ റെസ്പോൺസ് കൂടുതലും ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വഴിയായിരിക്കും. നമ്മൾ പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ റെസ്പോൺസസ്, മീഡിയയോടുള്ള റെസ്പോൺസസ് കാണുമ്പോൾ ഇംഗ്ലീഷുകാർ കൂടുതലും അങ്ങനത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് COET ടെസ്റ്റ് പ്രിപ്പറേഷൻസിൽ. ഇതുവരെ അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എല്ലാം തന്നെ നോക്കി വെക്കുക. എല്ലാം ഒന്നും പറഞ്ഞ പോലെ നമുക്ക് നോക്കി വെക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു പരിധി വരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വൺ. If someone is barking up the wrong tree, what are they doing? What is the actual meaning of this? Someone is barking up the wrong tree. സോ ഇതിൽ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലേ. ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്ന് പറയുമ്പം ഒരു ട്രീയുടെ താഴെ ഒരു പട്ടി നിന്ന് കുരയ്ക്കുന്നതാണ്. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് മീൻസ് ലൈക്ക് ഐഡിയ വൈസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ. ഓപ്ഷൻസ് നോക്കാം. കംപ്ലൈനിങ് ലൗഡ്ലി, മേക്കിംഗ് ആൻ ഇൻകറക്റ്റ് അസംപ്ഷൻ, ട്രൈങ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രോജക്റ്റ്, ബീങ് വെരി സക്സസ്ഫുൾ. സോ ഇത് 4 നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഉപയോഗിക്കുന്ന ഇമേജസിനോട് ഒരു റിലേഷനും കാണില്ല. നമ്മൾ മീനിങ്സ് വരുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അർത്ഥം കണ്ടുപിടിക്കാൻ കാണും. സോ ഈ ഒരു കേസിൽ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ, ഇത് 4 കംപ്ലൈനിങ് ലൗഡ്ലി എന്നുള്ളത് ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കണക്ട് ആവുന്നുണ്ട് അല്ലേ. ചുമ്മാ കിടന്ന് കുരയ്ക്കുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മീനിങ് അതല്ല കേട്ടോ. മേക്കിംഗ് ആൻ ഇൻകറക്റ്റ് അസംപ്ഷൻ, ഓപ്ഷൻ ബി, ദാറ്റ്സ് അവർ ആൻസർ. അപ്പോൾ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സീരീസിലൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളൊരു ഫ്രേസാണ് യു ആർ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. അതായത് തെറ്റായ ധാരണയാണ് നിങ്ങൾ ഈ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഐഡിയ തെറ്റാണ് എന്നുള്ള ആണ് ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ്. സോ ഇങ്ങനത്തെ മീനിങ്സ് അറിയണമെങ്കിൽ ഇച്ചിരി പാടാണ്. നമ്മൾ അത് എക്സ്ക്ലൂസീവായിട്ട് ഇഡിയംസ് ഓർ ഫ്രേസസ് എടുത്ത് നോക്കി ഇതിൻ്റെ മീനിങ് എക്സാക്ട്ലി എന്താകും എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസ് കിട്ടുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ 1-2 കാര്യങ്ങൾ പറയാം. ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്കത് വെച്ചിട്ട് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ മിക്കവാറും ഹെഡിങ്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ സ്പെഷ്യൽ പേജസ് വരില്ലേ, അതിനകത്തൊക്കെ അവർ ഒരുപാട് ഇങ്ങനെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്തിട്ട് ആർട്ടിക്കിൾസ് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കി വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, കോമൺ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് വെച്ച് നമുക്ക് നോക്കി വെക്കാം. ഒരുപാട് ബുക്സിൽ നമുക്ക് ഇങ്ങനത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കാണാം. പിന്നെ നമ്മൾ കുഞ്ഞിലെ പഠിച്ച കഥകളൊക്കെ ഇല്ലേ, മോറൽ സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഈ മോറൽസ് ഒക്കെ വരത്തില്ലേ, അതെല്ലാം മിക്കതും എല്ലാം എന്ന് പറയുന്നില്ല, പലതും കറക്റ്റ് പഴഞ്ചൊല്ല് പോലെ തന്നെ ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും എന്നൊക്കെ പോലെ തന്നെ ആ മീനിങ്ങിനോട് അടുത്ത് തന്നെ നിൽക്കുന്നതാണ് നമ്മൾ മോറൽ സ്റ്റോറീസിൻ്റെ ടൈറ്റിൽസ്. അല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒരുപാട് മോറൽ സ്റ്റോറീസ് ഉണ്ട്. ഇഡിയംസ് ആൻഡ് ഫ്രേസ് ടൈറ്റിലായിട്ട് വരുന്ന ഒരുപാട് മോറൽ സ്റ്റോറീസ് ഉണ്ട്. സോ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിലും ഇത് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ഈ പറഞ്ഞ പോലെ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കോമൺ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. പക്ഷെ അത് തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നില്ല, എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നീട് നമ്മൾ കൂടുതൽ കാണുമ്പോൾ ഒറ്റയടിക്ക് 100-200 എണ്ണം എടുത്ത് പഠിച്ചു വെക്കരുത്. ഒരു വട്ടം ഒരു 5 എണ്ണമൊക്കെ ഒരു ലിമിറ്റിലൊക്കെ നോക്കാവുള്ളൂ, അല്ലെങ്കിൽ വലിയ പാടാണ്. സോ അങ്ങനെ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് കുറച്ചെണ്ണത്തിൻ്റെ കളക്ഷൻ എടുത്ത് വെച്ചിട്ട് നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇതിന്. കാരണം പറഞ്ഞ പോലെ ഇമേജും മീനിങ്ങുമായിട്ട് വലിയ മാച്ചൊന്നും കാണില്ല. സോ അത് നമ്മൾ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ യൂസേജും അവിടെ മനസ്സിലാവുള്ളൂ സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ. സോ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇഫ് ഇറ്റ് ഓൾ എനി ഡൗട്ട്സ് പ്ലീസ് ഡു ഡ്രോപ്പ് ദം ഇൻ ദ comments. We'll be happy to help. Happy learning. Bye and take care.